കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലെ സ്നേഹബന്ധനം അറിയിച്ചു കൊള്ളുന്നു. 2024 4-ാം മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലാണ്. വലിയൊരു ഭൂകമ്പം പോലെ നമ്മുടെ ദേശത്ത് ഒരു വലിയ ഇലക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ ആഘാതവും പ്രത്യാഘാതവും വന്നുകൊണ്ടിരിക്കുന്നതും മാത്രമേ ഉള്ളൂ. എങ്കിലും നമ്മൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അനുകൂലമായുള്ള ഒരു ഭരണ വ്യവസ്ഥിതി നമ്മുടെ ദേശത്തിന് വേണം. ദൈവമക്കൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടതായ പ്രാഗൽഭ്യം ഈ ദേശത്ത് നമ്മുടെ കാലയളവിൽ നമ്മുടെ അനന്തര തലമുറയ്ക്കും ലഭിക്കുവാൻ തക്കൊണ്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും. തൽഫലമായിട്ട് വലിയ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി തുടർന്നും അതിൻ്റെ ചില ഇലക്ഷന് ബാക്കിയുണ്ട്. അത് മിക്കവാറും ഈ മെയ് മാസത്തിനുള്ളിൽ അത് തീരും. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിനുള്ളതായ വഴിയും വാതിലും ഭാരതത്തിൽ, ഇന്ത്യയിൽ അടയരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല, ദൈവിക വ്യവസ്ഥിതിയുടെ, ദൈവിക ചിന്തയുടെ ആഴവും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇന്ന് വായിച്ചതായ എബ്രായ ലേഖനത്തിൽ പറയുന്നു, ജീവനുള്ള ദൈവത്തെ ആരും തള്ളിക്കളയാൻ ഇടയാകാത്തവണ്ണം വേണമെന്നുള്ളതായ ഒരു വാക്യം അതിനകത്ത് കാണുകയുണ്ടായി. അതിൻ്റെ 12-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളെല്ലാവർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് എന്നിടത്തോളം നാൾതോളം അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളു. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുന്നു. ഈ ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ ശരിയോ തെറ്റോ നമുക്കറിഞ്ഞുകൂടാ. ധാരാളം ആൾക്കാർക്ക് ജീവൻ നഷ്ടമായി, ധാരാളം മനുഷ്യർ മരിച്ചു, ദേവാലയങ്ങളും ദൈവീയ സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. യാഥാർത്ഥ്യം നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും നാം മനസ്സിലാക്കണം, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതെ അവനെ സ്നേഹിച്ച് അവന് വേണ്ടി ജീവിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്? അവരെ എത്രമാത്രം അതിനുവേണ്ടി നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്? ഓരോ ദിവസവും സംഭവഗതികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായ സമയത്ത് ഭയത്തോടെ കർത്താവിനെ സ്നേഹിച്ച്, ഭയത്തോടെ ദൈവത്തെ സേവിച്ച്, ദൈവത്തിന് വേണ്ടി വിശ്വസ്തമായിട്ട് ജീവിക്കാൻ തക്കണം. ആഗോളമായിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമാസകലം എല്ലാവരും ദൈവിക പ്രസ്ഥാനത്തിൽ നിന്ന്, ദൈവിക ചിന്തയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു കാലയളവാണ്. സങ്കീർത്തനത്തിൽ നാം കണ്ടു, 37-ാം സങ്കീർത്തനത്തിലെ അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനെ നിർവഹിക്കുക. നമ്മുടെ വഴി യഹോവയിൽ സമർപ്പിപ്പാൻ നമുക്ക് എത്രമാത്രം മനസ്സ് വരുന്നു? വിവിധ പ്രായത്തിൻ്റെ റേഞ്ചിലുള്ളതായ നമുക്ക് എത്രമാത്രം കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നു? ദൈവത്തിൻ്റെ വചനം അതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. ദൈവം നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കണമെങ്കിൽ, ദൈവം നമ്മുടെ പഠനത്തെ സ്ഥിരമാക്കണമെങ്കിൽ, ജീവിതചര്യയെ സ്ഥിരമാക്കണമെങ്കിൽ അവൻ എന്ത് വേണം? ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. ഗമനത്തെയും ആഗമനത്തെയും ഉറപ്പിക്കുന്ന കർത്താവാണ്, സ്ഥിരമാക്കുന്നവനാണ്. നമുക്ക് എത്രമാത്രം ദൈവീയ റേഞ്ചിൽ കടന്നു വരുവാൻ സാധിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിപ്പാൻ സാധിക്കുന്നുണ്ട്. ഞായറാഴ്ച ദൈവത്തെ മാത്രം സ്നേഹിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ചര്യകളിലും, എല്ലാ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർ
അനുഭവം ഉണ്ടാകണം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരവസ്ഥ. ഇവിടെ പറയുന്നു, നിന്റെ വഴി യഹോവയെ വരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. നമ്മുടെ വഴി എത്രമാത്രം കർത്താവിൽ നമുക്ക് ഉറപ്പിക്കുവാനും ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ദൈവീയ വ്യവസ്ഥകളിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് നമ്മുടെ ദേശത്തെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ നമുക്കറിയാം. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഏത് പാർട്ടി വന്നാലും ആര് വന്നാലും ദൈവജനങ്ങളെ മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിശാചിന് ലോകത്തിലെ ദൈവമക്കളെ അല്ലാതെ വേറെ ആരെയും വേണ്ട. അവൻ ഊടാടി സഞ്ചരിക്കുന്നു. ആരെ വിഴുങ്ങേണ്ടുവെന്ന് അറിയേണ്ടതിന് ഊടാടി സഞ്ചരിക്കുകയാണ്. പിശാചിന് ഓരോ ദൈവഭക്തന്മാരെയും അവൻ്റെ വലയിലാക്കണം. നമ്മളെ അവൻ്റെ വലയിലാക്കിയതിന് ശേഷം നമ്മളെ തള്ളിക്കളയുന്നതായ ഒരവസ്ഥയാണ്. ആദമിനെ ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്ത് ചാടിച്ചതിന് ശേഷം ആദമിൻ്റെയും ഹവ്വായുടെയും ചരിത്രം പിന്നെ കാണുന്നില്ല. അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, അവർക്ക് സന്തതി ജനിച്ചു, ഒരുത്തനെ തല്ലിക്കൊന്നു. അതോടുകൂടി അവരുടെ ആ താൽക്കാലികമായുള്ള ചിന്ത അവരിൽ നിന്ന് മാറി. പിശാചിന് നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റി ദൈവത്തിന് പ്രയോജനമുള്ളവർ നമ്മൾ ദൈവത്തെ വിളിക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെ പറയുന്നു, പലവിധ സ്വഭാവ വിശേഷതകൾ, ഈ എല്ലാ സ്വഭാവ വിശേഷങ്ങളും ജഡത്തിൽ ജീവിക്കുമെന്ന്. പിശാച് നമ്മളെ വ്യാമോഹിപ്പിക്കും. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് റൗണ്ടപ്പ് ചെയ്യുവാണ്. എന്തിന്? ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ തള്ളിക്കളാം. വേദപുസ്തകത്തിലെ ദൈവഭക്തന്മാരുടെ ചരിത്രം നോക്കിയാൽ അവർക്കും ഇതേപോലെ തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്. ശ്രേഷ്ഠനായ ദൈവഭക്തനാകുന്ന ഇയ്യോബിനെ ഏതൊക്കെ രീതിയിൽ പിശാച് അലട്ടി പ്രയാസപ്പെടുത്തി, ഓരോ കാലയളവിലും ഓരോ ദൈവഭക്തർക്കും ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. പിശാചിന് നമ്മളെ ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ രാജ്യം സ്ഥാപിച്ച് അവൻ്റെ രാജ്യത്തിലാണ് പിശാചിനും അവൻ്റെ രാജ്യത്തിലാണ് നാം വസിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യുക, സുവിശേഷത്താൽ നമ്മെ വേർതിരിച്ച് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ആക്കുക. അതാണ് സുവിശേഷത്തിൻ്റെ വല്ലഭത്വം. ആ സുവിശേഷത്തിൽ യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് യേശുവുമായുള്ള ബന്ധത്തിൽ കൂടിവരവ് കട്ടി. ഇതാണ് പിശാചിൻ്റെ ആവശ്യം. ഇന്നലെ ഒരാളെന്നോട് വന്ന് ചോദിച്ചു, സാറേ ഞാൻ ഒന്നുകൂടെ സ്നാനപ്പെട്ട്, എത്ര വേണമെങ്കിലും നീ പോയി സ്നാനപ്പെട്, നശിക്കാനുള്ളതിന് ജാതകം എഴുതേണ്ട കാര്യമില്ല. നശിക്കുന്നവന് ജാതകം എഴുതേണ്ട ആവശ്യമില്ല. നീ ഓൾറെഡി നശിച്ചു കഴിഞ്ഞതാണ്. നമ്മുടേതുപോലല്ലോ അവരുടെ പോലല്ലോ നമ്മുടെ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഏതായാലും നിൻ്റെ പേര് എഴുതി തള്ളിയതാ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീച്ചൂളയിൽ തള്ളിക്കളയും. പക്ഷേ നിനക്കൊരു കണ്ടീഷൻ ദൈവം വെക്കുന്നുണ്ട്. ആഭിചാരകനായ ശീമോനെ പോലെ നീ മാനസാന്തരപ്പെട്ടു വന്നാൽ, ദൈവസന്നിധിയിൽ വന്നാൽ നിനക്ക് ദൈവസഭയിലാകാം. ഇല്ല, അവർ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഉടനെ അവൻ ഉദ്ദേശിക്കുന്ന ഓരോരുത്തരെയും പോയിന്റ് ഔട്ട് ചെയ്ത് എന്നോട് പറയുന്നു, അവരൊക്കെ അങ്ങനെ സ്നാനപ്പെട്ടില്ലേ? സ്നാനത്തെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ ചോദിച്ചു, നീ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തപ്പോൾ നീ രക്ഷ പ്രാപിച്ചവനല്ലേ? വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിച്ചവനല്ലേ? പാപങ്ങളുടെ മോചനത്തിനായി നീ സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന നിനക്ക് ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു വ്യതിചലനം വരാൻ കാരണം, അല്ല അവരൊക്കെ ശ്രേഷ്ഠന്മാരാ, എന്നാൽ അവരുടെ കൂടെ പോയിക്കോ. ദൈവഭക്തന്മാരായ ചിലരെ നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുകയും നിനക്ക് വേണ്ടി നിന്നോട് സംസാരിക്കുകയും ചെയ്യുന്നത് നഷ്ടപ്പെട്ടു നിത്യ നരകത്തിന് പോകേണ്ട, നിത്യതയിലേക്ക് കടന്നു വരാൻ.
അലക്സാണ്ടർ ഹോമിനിയോസും ഈ ലോകത്തെ സ്നേഹിച്ചു, അപ്പോസ്തലന്മാരുടെ പിന്നാലെ നടന്നവനായിരുന്നു. അന്ന് വേദപുസ്തകം ഉണ്ടെങ്കിൽ വേദപുസ്തകം ചുമന്നുകൊണ്ട് നടന്നവനായിരിക്കും. ആദിമ ക്രൈസ്തവരുടെ തീവ്രത അതാണ്. അവർ ദൈവമക്കളുമായിട്ട് ഒരുമിച്ച് കൂടി അപ്പോസ്തലന്മാരുമായിട്ട് എല്ലാ കാര്യവും ചെയ്തവരാണ്. യൂത കർത്താവിൻ്റെ കൂടെ 33.5 വർഷക്കാലം ജീവിച്ചു. കർത്താവിൻ്റെ മടിശീല കയ്യിൽ വെച്ചുകൊണ്ടാണ് അവൻ നടന്നത്. അവൻ കർത്താവിനെ വിട്ട് നിത്യനാശത്തിലേക്ക് പോയി. മാനസാന്തരമില്ലാത്തത് കൊണ്ട് അവൻ നശിച്ചു. കർത്താവിനെ ഒറ്റിക്കൊടുത്തത് മാത്രമല്ല, അവന് മാനസാന്തരം ഉണ്ടായില്ല. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ പറയുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. വഴി ഭരമേൽപ്പിക്കുന്നില്ല എങ്കിൽ, അവനിൽ ആശ്രയിക്കുന്നില്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെടും. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളഞ്ഞാൽ യാതൊരു മാർഗവുമില്ല. 12-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എബ്രായ ലേഖനത്തിൽ, നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ എത്ര ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ട് നമ്മൾ ഈ പിശാചിൻ്റെ കരങ്ങളിൽ എത്തിയാൽ ഭയങ്കരമായ ഒരവസ്ഥയാണ്. ഇത് ചുമ്മാതെ കെട്ടുകഥയല്ല. നിത്യജീവൻ്റെ അവകാശിയായി തീരണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ജീവിതത്തിൽ മാത്രമേ സാധിക്കൂ. ഈ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവനെന്ത് പ്രയോജനം? കർത്താവിൻ്റെ സുവിശേഷം, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അവൻ്റെ രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങി അവനുമായിട്ടുള്ള ഉഭയസമ്മതം ചെയ്ത് പാപമോചനത്തിന് വേണ്ടി സ്നാനപ്പെട്ട് പരിശുദ്ധന്മാരായി അവനുമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ നിത്യജീവനുള്ളൂ. ലോകത്തിലുള്ള എത്രയോ ശതമാനം ക്രൈസ്തവർ ഇവരൊക്കെ പറയും, ഞങ്ങളൊക്കെ ഇവിടെ അല്ലെങ്കിൽ അവിടെ സ്നാനപ്പെട്ടു. വേദപുസ്തകം ആ സ്നാനം അംഗീകരിക്കുന്നില്ല. ഇന്നലെ എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു, രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ ഉപദേശമല്ലാതെ വേറെ ഏത് വലിയവൻ്റെ ഉപദേശവും പ്രശ്നമില്ല. ഗാന്ധി ഒത്തിരി ഉപദേശിച്ചു, കാറൽ മാർക്സ് ഒത്തിരി ഉപദേശിച്ചു, എല്ലാ പണ്ഡിതന്മാരും നേതാക്കന്മാരും ധാരാളം കാര്യം ഉപദേശിച്ചു. നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന ഉപദേശം ദൈവഭക്തനായി തീരുവാൻ, ദൈവമക്കളായി തീരുവാൻ കർത്താവ് മാത്രമേ ഉപദേശിച്ചിട്ടുള്ളൂ. ആ ഉപദേശം തന്നെ ഭക്തന്മാരാകുന്ന അപ്പോസ്തലന്മാർ മുഖാന്തരം നമുക്ക് പകർന്നു തന്നു. അതിൽ നാം നിലനിൽക്കുന്നില്ല എങ്കിൽ അത് ലൈഫ് പ്രിൻസിപ്പിളാണ്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. അതിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ അവനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നത് നോഹയുടെ കാലത്ത് തന്നെയായിരിക്കും. നോഹയും ആൾക്കാരൊക്കെ പ്രസംഗിച്ച് കാണും. ജലപ്രളയത്തിൻ്റെയും മരണത്തിൻ്റെയും നാശത്തിൻ്റെയും ഒക്കെ കാര്യം പ്രസംഗിച്ച് കാണും. 99% ആൾക്കാരും ആ പ്രസംഗത്തിൽ മനസ്സിലാക്കിയിട്ടില്ല, നിത്യരക്ഷയുടെ സിദ്ധാന്തം മനസ്സിലാക്കിയില്ല. തൽഫലമായിട്ട് ജലപ്രളയത്തിൽ മുങ്ങി അവർ നശിച്ചു പോയി. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുവാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴാതെ ജീവിക്കണമെങ്കിൽ, അവനെ സ്നേഹിച്ച് അവൻ്റെ പുത്രൻ്റെ നാമത്തിൽ അവനോടുകൂടെ ചേർന്ന് ദൈവമക്കൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചാൽ നിത്യതയിൽ അവനോടുകൂടി എടുക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇല്ല എങ്കിൽ ഈ ഭൂമി ഇതിനകത്തുള്ളത് മുഴുവനും കത്തിച്ച് കളയും. ഇപ്പോഴത്തെ ചൂട് വരുമ്പോൾ 47ഒക്കെയാണ് ഇപ്പോഴത്തെ ചൂട്. നമ്മുടെ തലമുറയിലുള്ള ആൾക്കാർ 45-30 മേലോട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇനിയും ഇതിനി 5 ഡിഗ്രിയുടെ കൂടുമെന്നാണ് ഇന്നലത്തെ ന്യൂസ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, അഗ്നി പൊയ്യയിലേക്ക് തള്ളിക്കളയും.
ഈ ചൂട് നോക്കുമ്പോൾ അഗ്നി പുകയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. കത്തുന്ന തീയാണ് അവിടെ, ചാകാത്ത പുഴുക്കളാണ് അവിടെ. ഈ ലോകത്തിന് വേണ്ടാത്തവർ, പിശാചിനും അവൻ്റെ ആൾക്കാർക്കും വേണ്ടവർ മുഴുവനും അവിടേക്ക് മാറ്റപ്പെടും. പിശാചിന് വേണ്ടാത്ത ദൈവഭക്തന്മാർ, ദൈവമക്കൾ വിശുദ്ധിയും വെടുപ്പും ആചരിച്ച് അവനെ ഓർത്ത് അവന് വേണ്ടി ജീവിച്ചാൽ നിത്യതയിൽ അവനോട് കൂടെ പോകും. അങ്ങനെയുള്ളവരോടാ ദാനിയേൽ പറഞ്ഞത്, നീ വിശ്രമിച്ചുകൊള്ളുക. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് കർത്താവിനെ ഓർത്ത് കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ളതായ അവസരമാണ്. ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം. നമുക്ക് എത്രമാത്രം അവനിൽ വിശ്വാസം അർപ്പിച്ച് അവന് വേണ്ടി വിശ്വസ്തമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളെ ധാരാളം അനുഗ്രഹിക്കും. നിത്യതയിൽ കർത്താവുമായിട്ട്, കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ എടുക്കപ്പെടുന്ന അവസരത്തിൽ നമുക്ക് പോകാൻ സാധിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സൗരം വിൽസൺ മരീസ് കുറച്ച് നേരത്തേക്ക് സംസാരിക്കുന്നത്.